ഞാൻ എന്റെ അമ്മ സൗഭാഗ്യ കുറിച്ച് ഇങ്ങനെ പറയാൻ പറയും ഇത്രയൊക്കെ ആവശ്യമുണ്ടോന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. മീനമ്മയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. ഞാനത് ഇന്നലെ മെനഞ്ഞാന്ന് കണ്ടത്. അശ്വിൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് അതിൻ്റെ പേജും കാര്യങ്ങളൊക്കെ കാണുമൊക്കെ ഇടയായിട്ടുള്ളത്. ഈ അച്ചാറ് അങ്ങനെയൊക്കെയുള്ള മീനമ്മ കിച്ചൺസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഒരു ചാനൽ വരെ ഉണ്ട് നമ്മുടെ മീനമ്മയ്ക്ക് ചാനൽ വരെ ഉണ്ട്. ആ ചാനലെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത് അശ്വിനാണ്. എനിക്കൊന്ന് ഇവിടെ വെച്ചിട്ട് അവൻ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ചിട്ട്. ഓക്കെ, എന്തായാലും കുറേ ആൾക്കാർ ആ പഴയ ചിക്കൻ കറിയുടെ ഒക്കെ വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പേർലി മാണിയുടെ വെച്ചിട്ടുള്ളവരും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നേ ഉള്ളൂ നമ്മുടെ സൗഭാഗ്യ താരാ കല്യാണം. ഞങ്ങളുടെ അമ്മയൊക്കെ താരാ കല്യാണിൻ്റെ ഭയങ്കര ഫാനാണ്. പിന്നെ മുത്തശ്ശി അറിയാത്തവരാരുമില്ല, അവരിപ്പോൾ ഇല്ല. പിന്നെ കുഞ്ഞു ശരിക്കും അങ്ങ് വളർന്നും പോയി. ഓക്കെ, ആ ഒരു ഫാമിലിയിൽ ആ ഒരു ചേട്ടൻ കടന്നു വന്നിട്ടുണ്ടായിരുന്നു പണ്ട് മുതലേ. അതായത് ടീച്ചറാണ്, താര ആൻറ്റിയാണ് ടീച്ചറും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ. ആ പുള്ളി ആ താരാ കല്യാണിനെ കുറിച്ച് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അമ്മ എന്ന് വിളിച്ചിട്ടുള്ള രീതിയിലുള്ള സംസാരവും പിന്നെ ഇടയ്ക്ക് എടാപോടാ ബന്ധം പോലുള്ള രീതിയിലാണ്. നമ്മൾ ശരിക്കും ഇഷ്ടപ്പെട്ടു പോകും. സത്യം പറഞ്ഞാൽ ഫാമിലി വ്ളോഗ് കാണേണ്ടവരൊക്കെ അതുപോലുള്ളതൊക്കെ പോയി കണ്ടാൽ പിന്നെ നല്ലതാണ്. പിന്നെ കുറേ എണ്ണം വന്നിട്ട് അവരുടെ വ്ളോഗിലും പണ്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിലിട്ടൊക്കെ മെഴുകുമായിരുന്നു. കാരണം അത്രയ്ക്ക് ബോണ്ടാണ് ഇവർ മൂന്നുപേരും. അമ്മയായാലും മോളാണെങ്കിലും മരുമോനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ അടുത്ത സമയത്ത് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, കുറച്ച് നാളായി. ഒരു ബ്ലൂ കളർ സാരിയൊക്കെ കൊടുത്തിട്ട് അന്ന് ആ ചേട്ടൻ വന്നിട്ട് രണ്ടുപേരെയും കെയർ ചെയ്തപ്പം കുറേ ആൾക്കാർ അറിയാമല്ലോ, ഞരമ്പി രോഗികൾ, അതായത് ഫേസ്ബുക്ക് കോളികൾ വന്നിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫാമിലിയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഒരു മകൻ, അതെന്ന് വെച്ചാൽ അറിയാലോ പെൺമക്കൾ ജനിക്കുന്ന അമ്മമാർക്ക് ഒരു ആൺചെറുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയത്തില്ലേ. ആ ചേട്ടനെ കെയർ ചെയ്യുന്നതും ആ ചേട്ടൻ ആ അമ്മയെ കെയർ ചെയ്യുന്നതും എന്ത് രസമാണെന്നറിയാമോ. അമ്മയും മോനുമായിട്ടുള്ള ഒരു ഇതും പിന്നെ അതുപോലെ തന്നെ എടാപോടാ ബന്ധവും ആ രീതിയിലുള്ള സംസാരവും അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ ഇരുന്ന് നമ്മൾ കാണുമ്പം ഈ ദിയയിലോട്ട് വരുമ്പോൾ നമുക്ക് പുച്ഛം തോന്നും. ഞാൻ അവരെ വെച്ച് കമ്പയർ ചെയ്തതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അങ്ങനെ അങ്ങ് കൂട്ടിക്കും. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഭയങ്കര ഓവറായിരുന്നു ആ ദിയയുടെ. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ ഇൻസ്റ്റയുടെ വീഡിയോയിൽ വന്നിട്ട് കുറേ കമൻറ്റ് എടുത്ത് ഞങ്ങൾ ദിയയുടെ കൂടെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്ത് മാങ്ങാത്തൊരു കാര്യം ചെയ്തോ. പക്ഷെ ചില മര്യാദകളൊക്കെ ഉണ്ട്, അതില്ല. എനിക്ക് ആ ചിക്കൻ കറിയുടെ വീഡിയോ അയച്ചു തന്നു ഒരാൾ. ഞാൻ കുറച്ച് പോർഷൻ മാത്രം അവിടെ വെച്ച് തരാം. അതിന് മുമ്പേ നമ്മുടെ മീനമ്മ എന്നുള്ളതൊന്ന് കേട്ടിട്ട് വാ. മീനമ്മ അപ്പോൾ നമുക്കാണ് സ്റ്റോർ ടുഡേക്ക് ഇൻഫേമസ് തൈര് സാധനം മത്തക്കുളം ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്ക് തൈര് സാധനം മത്തക്കുളം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഫാമിലിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നല്ലതായിരിക്കും. താരാ കല്യാണിൻ്റെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും ലൈക്ക് അടിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തേക്കുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്തേക്കുക. എന്തായാലും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫുഡ്, ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫുഡ് അങ്കിളിന് ലഞ്ചാണ് ഡിന്നറാണ് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ. ഓക്കെ, എങ്ങനായാലും അവരുടെ ഉള്ളിലൊരു പെയിൻ ഉണ്ടാവും ആ പേരൻസിൻ്റെ. 5 സ്റ്റാർ ഹോട്ടലിൽ ലീലയെ കൊണ്ടുപോയി, മറ്റേടത്ത് കൊണ്ടുപോയി, മറിച്ചെടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണെങ്കിലും ശരി, അമ്മമാരൊരു പ്രായം ചെന്നായിരിക്കുമ്പോൾ മക്കളെ തണലിൽ നിൽക്കാനും പിന്നെ മരുമക്കൾ വരുവാണെങ്കിൽ അവർ കൂട്ടി എന്താ പറയണ്ടേ, അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർക്കൊക്കെ ഒരു സന്തോഷമാണത്. പിന്നെ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഓരോ കാര്യം സംസാരിച്ചപ്പോഴാണ് എല്ലാവരും എന്താ അമ്മൂമ്മയൊക്കെ എല്ലാവരും കൂടെ ഉണ്ട്, താനൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്, എൻ്റെ കൂടെ അമ്മൂമ്മയൊക്കെ ഉണ്ടല്ലോ കൂടെ. ഓക്കെ, ഇവളിത് പറഞ്ഞങ്ങോട്ട് കഴിഞ്ഞ് അന്നത്തെ രാത്രി മൊത്തം റീൽസ്, ഈ അമ്മൂമ്മമാരുടെ റീൽസാണ് മൊത്തം. ഞാൻ നോക്കുമ്പോൾ അമ്മൂമ്മ താരാട്ടുന്ന കൊച്ചുമക്കൾ ഓടിച്ചെല്ലുന്നത് ഞാൻ അപ്പോഴത്തേക്ക് അങ്ങ് സെൻറ്റി അടിക്കുന്ന പോലെ. ഇവിടെ ഒരു അമ്മൂമ്മയുണ്ട്, രാവിലെ കാണുമ്പോൾ ചായ ഉണ്ടോ എന്തുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് പോകും. പക്ഷെ ഒരാൾ പറഞ്ഞ്, എൻ്റെ ഒരു കൂട്ടുകാരി അത് പറഞ്ഞപ്പോൾ ഉണ്ടായത് ആ റീലും കണ്ടപ്പം ഇവരുടെയൊക്കെ വാല്യൂ അതൊന്ന് വേറെ തന്നെ. ഞാൻ പിന്നെ അങ്ങോട്ട് പിന്നെ കൂടുതലും അവരുടെ ഇടയിലൊക്കെ ഇരിക്കാനും മിണ്ടാനും ഒക്കെ കൂടുതലും നേരെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, നമ്മൾ എങ്ങോട്ടോ പറഞ്ഞു പോകുന്നുണ്ട്, കഥ പറഞ്ഞു വരുമ്പോൾ വേറെ രീതിയിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അശ്വിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. മകനിപ്പം ഈ പെണ്ണേന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, കല്യാണം കഴിച്ച് പുള്ളിയുടെ തമിഴിൽ അങ്ങ് പോവാണ്. പക്ഷെ ആ അച്ഛൻ്റെ അമ്മയുടെ ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ എന്തായാലും അവർ കണ്ടു കാണും, അല്ലെങ്കിൽ കുടുംബക്കാർ എന്തായാലും അവരെ കണ്ടില്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരും കൊണ്ട് കാണിച്ചിരിക്കും. അപ്പോൾ അവരുടെ പെയിനൊന്ന് ആലോചിച്ച് നോക്കണം. ഈ അങ്കിൾ എന്നൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതേ, പക്ഷെ അവർ പുറമേ പറയില്ല, അവർക്കുള്ളിൽ നല്ല പെയിൻ കാണും. പിന്നെ അശ്വിൻ്റെ ഇരിപ്പൊന്ന് കണ്ടിട്ട് വാ. അവൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ചിലയിടത്ത് എന്നിട്ട് നമുക്ക് ഈ ചെകുത്താനെയും കടലിലെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതുപോലെ അത് അതിലൊക്കെ ഒഴിച്ച്
ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ മാറട്ടെ. ഞാൻ കുട്ടി കൊടുത്തപ്പോഴേ പറഞ്ഞു ഇതിന്റെ ഹൈറ്റ് പറഞ്ഞാൽ എടുത്താണ് നോക്കി കുട്ടികളെ അച്ഛൻ നമ്മുടെ കിച്ചന്റെ ഹൈറ്റ് നോക്കി. അതാണ് കാര്യം. എനിക്ക് കുട്ടികളൊന്നും എഴുതിയിട്ട് അത് ഞാൻ പാകോട്ട് കാറ്റ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ? അപ്പം ഇത് കാണുന്ന പ്രായം ചെന്ന ആൾക്കാരോടൊക്കെ അവരോട് മാത്രമായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ മരുമോനും മോളും ഒക്കെ ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ അവർക്ക് മുൻഗണനയായിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ഇവിടുത്തെ സിന്ധു അമ്മയുടെ ഓയോ സിന്ധു ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ടു. ഈ ഒരു ഏരിയയിലുണ്ട്. അൻസുവിന്റെ കാര്യം വിടുമ്പോ അവന്റെ ആ നിപ്പും നോട്ടവും ഒക്കെ കണ്ടില്ലേ? എന്റെ നോക്ക് എനിക്കില്ലേ, കഷ്ടപ്പെടാ. ഇത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നും അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നെ. കഷ്ടമേ. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇത് കാണില്ലേ? ഇസ്മയിലിന്റെ ഓക്കെ ഞാനിതിൻ്റെ കൂടുതൽ ഞാൻ വെക്കുന്നില്ല. ഇത് എല്ലാവരും ആ സമയത്ത് കണ്ട് കാണുമായിരിക്കും. ചിക്കൻ കറിയെക്കാളും പുള്ളിക്കാരി എനിക്ക് ഈ വട്ടം നല്ല രീതിയിൽ ഏറി പോയിട്ടുണ്ട്. പിന്നെ അതിനൊന്നൊരു വിഷയമേ അല്ല. ഇന്ന് തന്നെ ഇപ്പം പുള്ളിയുടെ പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ എല്ലാവരും നല്ല തെറിവിളി ഉണ്ടായിരുന്നു. കുറേയൊക്കെ കമൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു കമൻറ്റ്, അതായത് ഒരു ഫോളോവേഴ്സ് അങ്ങാണ്ട് ചോദിച്ചാണ്, വാട്ട് യു വാണ്ട് ടു സേ ടു ദ പീപ്പിൾ ഹൂ ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡെയിലി വ്ളോഗ്സ് എന്ന് ചോദിച്ചതിൻ്റെ താഴെ ചേച്ചി കൊടുത്ത മറുപടിയാണേ. സം ഡേയ്സ് ഐ ഡു ചാരിറ്റി. ഐ ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫെല്ലോ യൂട്യൂബേഴ്സ്. ലെറ്റ് മീ ദം മേക്ക് എ ലിറ്റിൽ മണി വിത്ത് മൈ ക്യൂട്ട് പിക്ചർ ആൻഡ് സ്റ്റോൺ ആൻഡ് കോണ്ടന്റ്. ചേച്ചിയുടെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ. എന്തായാലും കണ്ടന്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. ഈ മാസം അവസാനം വരുമാനം കിട്ടുമ്പോഴത്തേക്ക് വീട്ടിലെ സാമ്പാർ പൊടിയും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. എന്തായാലും ദിയയുടെ കുടുംബം വിറ്റിട്ടാണ് ഇത് കുടുംബത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് എന്തായാലും എൻ്റെ വീട്ടിലേക്കുള്ള അരിയും സാമ്പാർ പൊടിയും ഒക്കെ നമുക്ക് മേടിക്കാം. എന്തായാലും ഇതുപോലെ എല്ലാ മാസവും വന്നിട്ടൊരു 10 കണ്ടന്റിനുള്ളത് തന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. നമുക്കത്ര ജോലിപ്പാടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും ഇവരെയൊക്കെ തലയെ കയറ്റിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആ അശ്വിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടാവും മൊണ്ണയാണ്, അങ്ങനെയാണ്, മെറ്റയാണ്. ഒരിക്കലും ഞാനത് പറയത്തില്ല. പുള്ളിക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ജോലിയുണ്ട്, ഓൺലൈനാണ്, കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ആരും കൂടെ സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞായിട്ടാണ് സംസാരിക്കുന്നത്. കുറേയൊക്കെ എന്താ പറയണ്ടേ, നട്ടിൽ നിവർത്ത് നിന്നില്ലെങ്കിൽ ലൈഫിൽ നമ്മുടെ അവസ്ഥ ഭയങ്കര ബോറായിരിക്കും. ഓക്കെ, ഇതിൽ ആ ഒരു വീട്ടുകാർ അവനെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് ആ ചിക്കൻ കറി വിഷയത്തിലാണെങ്കിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു മിനിറ്റ്. സത്യമാണ് കേട്ടോ. പലപ്പോഴും നമ്മളെ കാണാറില്ല. എന്റെ അമ്മ കണ്ടുകഴിഞ്ഞാൽ പിന്നെ താരാണ് വേറെ ആളെടുത്ത് നമ്മളെ അതാണ് ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ അതിന് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. ചെറിയ ചെറിയ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് ചെറിയ ചെറിയ കഴിവുകൾ അധികം കളിയും ഒക്കെ ആയിട്ടുള്ള ഒരു മരുമോനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. സ്റ്റുഡന്റ് അർജുനാണോ നല്ലത് അതോ ആസ് എ മരുമകൻ അർജുനാണോ എനിക്കിഷ്ടം. ആസ് എ സ്റ്റുഡന്റ് അർജുനാണോ നല്ലത് അതോ ആസ് എ മരുമകൻ അർജുനാണോ നല്ലത്? സ്റ്റുഡൻറ്റ്. പക്ഷേ ഇവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. നമ്മൾ എന്തെങ്കിലും റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം വ്ളോഗുകൾ കാണാറുണ്ട്. ഞാൻ ഈ അടുത്ത സമയം കൊണ്ട് ഫാമിലി വ്ളോഗ് കൂടുതൽ എടുക്കാറില്ല.
കാരണം അത് കോമഡിയാണ് മൊത്തം. പക്ഷേ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താലും അവരുടെ തലയിൽ ഇത് കയറില്ല. അതങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവരുടെ തല കയറാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ. ഓക്കെ, ഇതിപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ ദിയ കൃഷ്ണയുടെ ഒരു സംഭവം. ഞാൻ അതും വെച്ച് തരാം. അമ്മയൊന്നും അല്ലല്ലോ. അപ്പൊ ദിയ കൃഷ്ണ കെട്ടിയവന്റെ അമ്മ വഴി കൂടെ പോകുന്ന ആളെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നി ഇവരുടെ ഒരു ഫാമിലി വിചിത്രമായ ചില സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെയല്ലേ വരത്തുള്ളൂ. പബ്ലിക് ആയിട്ട് ഇവർക്ക് വിളിച്ച് പറയാമെങ്കിൽ പബ്ലിക് ആയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാന്നുള്ളതാണ്. അത് ഈ വാവിട്ട പോടാകിയല്ലേ അങ്ങനെ പഠിക്കുന്നില്ല. പക്ഷേ സത്യമാണ്. ഈ ആഹാരകൃഷ്ണ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പുറത്തിടുന്നത്, ഞങ്ങൾക്കൊരു ഇതുണ്ട്, പ്രൈവറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരങ്ങളും കാര്യങ്ങളും പുള്ളിയുടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് പറയുമ്പോൾ മോളെ ആൾക്കാരെടുത്തിട്ട് മലത്തി അടിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഇവരിപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ പേർലിമാണിയുടെ ഒരു വീഡിയോ ഇവിടെ ഓടുന്നുണ്ട്, അതും കൂടെ ഒന്ന് വെച്ച് തന്നേക്കാം. ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു. ഫ്രണ്ടിൽ അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ. ഈ ചോപ്പ് നല്ല എടുത്ത് നിൽക്കുന്ന കളർ. ഫ്രണ്ടിന്റെ മെരോട് എടുത്ത് കൊടുത്തത് അമ്മയ്ക്ക് ചെയ്യുന്ന കളർ അല്ലേ? റൈറ്റ് എടുത്ത് കൊടുത്തത് ഫിലം കളറ്. ആ പാട്ടമ്മ പാട്ട്. ഓക്കെ 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 ഇപ്പം എല്ലാവരും കമ്പയർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേർലിമാണി, ദിയ, സൗഭാഗ്യ ഇതൊക്കെ വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പേർലിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ അതിനേക്കാളും കൂടായിപ്പ എന്നുള്ള രീതിയിൽ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരെന്തോ ആയിക്കോട്ടെ, അത്യാവശ്യം അവരുടെ വ്ളോഗും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ കൊള്ളാം. പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു വർഷം മുമ്പ് ഞാനൊരു കാര്യത്തിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പേർലിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ്, പിള്ളേരൊക്കെ ഉള്ളതാണ്. അവിടെ വന്നിട്ട് ഈ ഡബിൾ മീനിങ് സാധനങ്ങളും പിന്നെ അല്ലാത്ത കോണ്ടന്റ് ഒക്കെ ഇടയ്ക്ക് ഒരു സംസാരം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ നമ്മൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിള്ളേരൊക്കെ കയറി കാണുന്നതുകൊണ്ട് മാത്രം. ഓക്കെ, അങ്ങനെ എന്തായാലും കൃഷ്ണകുമാർ ഫാമിലിക്ക് എനിക്ക് തോന്നുന്നില്ല അവരിപ്പം ഏറിന്ന് താഴോട്ട് വരുമോ എന്ന് തന്നെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ ഏതൊക്കെയാണ് മെച്ചമെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞായിരിക്കും നല്ലത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടൊരു ഫാമിലി ഏതെന്ന് പറഞ്ഞാൽ സൗഭാഗ്യയുടെ ഫാമിലി അത്യാവശ്യം നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാനൊരു വീഡിയോ കൂടെ ചെയ്യുന്നത്. അപ്പം ബൈ, ലവ് യു ഓൾ.